Page number 17, lesson 3, early humans. Listen. After leading a nomadic life for thousands of years, humans gradually began to settle down to live in one place. This process started about 10,000 years ago. During the New Stone Age, many new developments during this time changed the course of life of the early humans. നമുക്കറിയാം നൊമാഡിക് ലൈഫാണ് ആദ്യം ഉണ്ടായ ആൾക്കാർക്ക് ഉണ്ടായിരുന്നല്ലേ. അവരെന്ത് ചെയ്തു? They were nomads. All the people were nomads. They traveling from one place to another in search of food. അല്ലേ? അവര് ഭക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ പശുക്കളെ പശുക്കൾക്ക് വേണ്ട പുല്ലും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചവര് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തായിരുന്നു ജീവിച്ചിരുന്നത്. എവിടെയാണോ എത്തുന്നത് അവിടെ അന്ന് താമസിക്കും, പിന്നെ അവിടുന്ന് യാത്ര തുടങ്ങും അല്ലെ. അവർക്ക് എന്തില്ല, ഒരു പെർമനന്റ് ഹോം ഉണ്ടായിരുന്നില്ല. ഇതിനൊക്കെ ശേഷം അവരെന്ത് ചെയ്തു? This process started about 10,000 years ago during the New Stone Age. അവരെന്ത് ചെയ്തു? ഒരു സ്ഥലത്ത് തന്നെ താമസിക്കാൻ തുടങ്ങി. അതായത് 10,000 വർഷങ്ങൾക്ക് മുമ്പ് അവർ ഈ നൊമാഡിക് ലൈഫ് ഉപേക്ഷിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങി? അവര് ഒരു പെർമനന്റ് ഹോം അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി. Many new developments during this time changed the course of life of the early humans. അപ്പൊ ഈ നൊമാഡിക് ലൈഫ് കഴിഞ്ഞ് 10,000 വർഷങ്ങൾക്ക് മുമ്പ് അവര് പെർമനന്റ് ആയി ഒരു സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങി. അങ്ങനെ പെർമനന്റ് ആയി താമസിക്കുന്നതോടൊപ്പം അവർക്ക് എന്തുണ്ടായി? ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി, ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ലൈഫിൽ സംഭവിച്ചു. ആ മാറ്റങ്ങൾ പറയുന്നതിന് മുമ്പ് എല്ലാവരും സ്വിച്ച് ഓൺ ചെയ്ത ക്യാമറ. ഹെവൻ, ജോയൽ, വസുദേവ്, നിജാദ്, ശ്രീവിഷ്ണു, ഹലീമ. ഓക്കെ, നിജാദിന് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. നെറ്റ് ചിലപ്പോൾ ക്യാമറ ഓൺ ആക്കിയാൽ നിജാദ് ഓഫ് ആക്കി, കുഴപ്പമില്ല. ബാക്കിയുള്ളവര് ഒരാളും തന്നെ ക്യാമറ ഓഫ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഇവര് നൊമാഡിക് ലൈഫ് ഒക്കെ ഉപേക്ഷിച്ച് ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കാൻ തുടങ്ങിയപ്പോ അവർക്ക് ഒരുപാട് ചേഞ്ചസ് ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകാൻ തുടങ്ങി. ഒന്ന്, ഹ്യൂമൻസ് പ്രൊഡ്യൂസ് ഫുഡ്. അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ഭക്ഷണം സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ അതിനു മുമ്പ് അവരെന്തായിരുന്നു? They were nomads. All the people were, ancient people were nomads. They traveling from one place to another in search of food. പക്ഷേ after this situation they started to cultivation. അല്ലേ? They started cultivation. അവര് കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. നിജാദ് ഓഫ് ചെയ്തോ ക്യാമറ. Okay. Then humans produce food. We don't know how humans came upon the idea of cultivating crops. Seeds thrown away carelessly might have sprouted and suggested to them the link between seeds and plants. എന്താ പറഞ്ഞത്? ഇവർക്കറിയില്ല, നമുക്കറിയില്ല എങ്ങനെയാണ് ഇവര് ഈ പ്രൊഡക്ഷനിലേക്ക് എത്തിയത് എന്ന്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അവരെപ്പം മുതലാണ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത്? ക്രോപ്സ് എപ്പോഴാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത്? നമുക്ക് ആർക്കും അറിയില്ല. കാരണം അവരെന്താ ചെയ്തെന്നറിയോ? സീഡ്സ് ത്രോൺ അവേ കെയർലെസ്ലി might have sprouted and suggested to them the link between seeds and plants. ഇവര് ഓരോ ഫ്രൂട്ട്സും കഴിക്കും. എന്ത് ചെയ്യും? അതിന്റെ സീഡ് എങ്ങോട്ടെങ്കിലും കെയർലെസ് ആയി വലിച്ചെറിയും. അവിടെ എവിടെയൊക്കെ വലിച്ചെറിയും. കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവർ കളഞ്ഞ വിത്ത് മുളയ്ക്കാൻ തുടങ്ങും. അല്ലെ? അങ്ങനെയാണ് അവർക്ക് എന്താ ഐഡിയ കിട്ടിയത്? നമ്മൾ ഈ കളയുന്ന വിത്തിൽ നിന്നാണ് ന്യൂ പ്ലാന്റ് ഫോം ചെയ്യുന്നത് അവർക്ക് മനസ്സിലായി. അപ്പൊ അവര് അവിടുന്ന് ഇവിടുന്നൊക്കെ കഴിക്കുന്ന ഫ്രൂട്ട്സ് അതിന്റെ വിത്ത് കെയർലെസ് ആയി കളയും. ശ്രദ്ധയില്ലാതെ അവിടെ എവിടെയും കളയുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മുളയ്ക്കുന്ന കണ്ടു. അങ്ങനെ അവർക്ക് മനസ്സിലാകാൻ തുടങ്ങിയത് ഈ വിത്തിൽ നിന്നാണ് പുതിയ പ്ലാന്റ് ഉണ്ടാകുന്നല്ലേ. യെസ്. The first cereals to be grown were wheat and barley. Over a period of time, humans started cultivating more food crops. Sickles have been found at many Neolithic sites. They might have been used to harvest crops. Thus, from food gatherers, humans became food producers. അങ്ങനെ അവർ ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്ത് എന്താണെന്നറിയോ? വീറ്റ് ആൻഡ് ബാർലി. വീറ്റും ബാർലിയുമാണ് അവർ ആദ്യമായിട്ട് പ്രൊഡക്ഷൻ നടത്തിയ ക്രോപ്പ്. ഓവർ എ പീരീഡ് ഓഫ് ടൈം ഹ്യൂമൻസ് സ്റ്റാർട്ടഡ് കൾട്ടിവേറ്റിംഗ് മോർ ക്രോപ്സ്. സിക്കിൾസ് ഹാവ് ബീൻ ഫൗണ്ട് അറ്റ് മെനി നിയോലിത്തിക് സൈറ്റ്സ്. അങ്ങനെ അതിനുശേഷം അവർ ഒരുപാട് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി.
അത് അങ്ങനെ അവർ നിയോലിത്തിക് ഏജ് ആയപ്പം ഈ സിക്കിൾസ്, അതായത് വാളും അങ്ങനെയുള്ള ഒരുപാട് ടൂൾസ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ആർക്കിയോളജിസ്റ്റിന് ഒരുപാട് ടൂൾസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയോലിത്തിക് സൈറ്റ്സിൽ നിന്ന് കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇതിനൊക്കെ ഇതിൽ നിന്നൊക്കെയാണ് അവർക്ക് ആ തെളിവ് കിട്ടിയത്. ഇവർ ഫുഡ് പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു എന്ന്. They might have been used to harvest crops. Thus, from food gatherers, humans became food producers. അങ്ങനെയാണ് ഇവര് ഫുഡ് പ്രൊഡ്യൂസേഴ്സ് ആയി മാറിയത്. Okay. Agriculture changed the life of early humans. Their lives were settled. They did not have to go from one place to another in search of food. They stayed in one place and grew crops. They made mud houses near the fields. They cultivated fields, hunted animals and made tools and weapons. അങ്ങനെ അവർ എന്ത് ചെയ്തു? ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതായത് വിത്തിൽ നിന്ന് പുതിയ പ്ലാന്റിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് മനസ്സിലായതോടുകൂടി അവർ സ്ഥിരം ഒരു സ്ഥലത്ത് തന്നെ താമസം ആരംഭിച്ചു, അല്ലേ? അവിടെ തന്നെ അവർ കൃഷി നടത്താൻ തുടങ്ങി. ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായി താമസിച്ച് അവിടെ തന്നെ കൃഷി നടത്താൻ അവർ തുടങ്ങി. അഗ്രികൾച്ചർ ചേഞ്ച്ഡ് ദ ലൈഫ് ഓഫ് ഏർലി ഹ്യൂമൻസ്. അവരുടെ ജീവിതം തന്നെ അത് മാറ്റി. ഇങ്ങനെയുള്ള കുറെ ചേഞ്ചസ്, ഒരുപാട് ചേഞ്ചസ് അവരുടെ ലൈഫ് സ്റ്റൈലിൽ വന്നു. എന്തായത്? their lives were settled. They did not have to go from one place to another. അവർ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് നൊമാഡിക് ലൈഫ് അവർ ഉപേക്ഷിച്ചു. അവർക്ക് മനസ്സിലായി എന്ത്? ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിച്ചാൽ അവിടെ നമുക്ക് കൃഷി നടത്താൻ പറ്റുള്ളൂ. ഇവിടെ വിത്തിട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് അങ്ങനെ പാടില്ല, സ്ഥിരം നമുക്ക് ഇവിടെ തന്നെ നിൽക്കണം. അങ്ങനെ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? they made mud houses near the fields. അവരുടെ ഫീൽഡിനടുത്ത്, അവരുടെ പാടത്തിനടുത്ത് അവർ ചെറിയ വീടുകൾ നിർമ്മിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാ വീട് ഉണ്ടാക്കിയത്? ഇന്നത്തെ പോലത്തെ കോൺക്രീറ്റ് വീടാണോ? അല്ല, മഡ് ഹൗസസ്. they built mud houses near the fields. അവരുടെ പാടത്തിനടുത്ത് അവര് ചെളി കൊണ്ട് കുഞ്ഞു കുഞ്ഞു വീടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതോടൊപ്പം അവര് കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ആനിമൽസിനെ ഹണ്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെയോ ടൂൾസും വെപ്പൺസും ഒക്കെ ഉണ്ടാക്കി. Then next paragraph, the shift from gathering food to growing it was a major event. It is, however, important to understand that such changes did not happen in the course of a few days. Humans adopted and perfected farming over several thousand years. Also, they continued to hunt animals and gather food after they started cultivating crops. അങ്ങനെ അവർക്ക് മനസ്സിലായി, എന്തായാലും നമുക്ക് ഈ നൊമാഡിക് ലൈഫ് ഉപേക്ഷിച്ചേ മതിയാവൂ. എന്ത് ചെയ്യണം? ഒരു പെർമനന്റ് സെറ്റിൽമെന്റ് വേണം. അങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ അവര് സ്ഥിരമായി താമസിച്ചു. അവിടെ കൾട്ടിവേഷൻ നടത്തി. അവരുടെ ബാക്കിയുള്ള ഹണ്ടിങ്ങും അതുപോലെ മേക്കിംഗ് ടൂൾസും ഒക്കെ അവർ ഫോളോ ചെയ്തു. ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. എന്തൊക്കെ മാറ്റം സംഭവിച്ചത്? എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായത്? അവർ കൾട്ടിവേഷൻ തുടങ്ങി, പിന്നെ വീടുകൾ നിർമ്മിക്കാൻ തുടങ്ങി, നൊമാഡിക് ലൈഫ് ഉപേക്ഷിച്ചു, അല്ലെ? ഇതൊക്കെയാണ് അവരുടെ ലൈഫിൽ വന്ന മാറ്റം. നെക്സ്റ്റ് വൺ, ഹ്യൂമൻസ് ഡൊമസ്റ്റിക്കേറ്റ് ആനിമൽസ്. അങ്ങനെ അവര് കൃഷി തുടങ്ങി. അടുത്ത സ്റ്റെപ്പ് ഏതായിരുന്നു? അവര് ഡൊമസ്റ്റിക്കേറ്റ് ആനിമൽസ്. അവര് ഡൊമസ്റ്റിക്കേറ്റ് ആനിമൽസിനെ വളർത്താൻ തുടങ്ങി. Besides cultivating crops, early humans also started domesticating animals. They tamed animals such as dogs, pigs, goats, sheep, cattle, horses, and donkeys. Goats and cattle provided milk. Sheep provided wool. The horse and the donkey were tamed to carry burden. Animals were also a source of meat. അങ്ങനെ അവർ പല മൃഗങ്ങളെ അവിടെ ഇണക്കി വളർത്താൻ തുടങ്ങി. ഡൊമസ്റ്റിക്കേറ്റ് ആനിമൽസിനെ വളർത്താൻ തുടങ്ങി. ഏതൊക്കെയായിരുന്നു? ഡോഗ്സ്, പിഗ്സ്, ഗോഡ്സ്, ഷീപ്പ്, കാറ്റില്, ഡോങ്കീസ്. അങ്ങനെ അവർക്ക് ഇതിനെയൊക്കെ വളർത്താൻ തുടങ്ങിയപ്പോൾ അവർക്ക് പല തരത്തിലുള്ള ഉപകാരങ്ങൾ ആ ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസിൽ നിന്നുണ്ടായി. എന്തൊക്കെയാ? ഡോങ്കീസിനെ വളർത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഭാരം ചുമക്കാം, അല്ലെ? സാധനങ്ങള് ചുമക്കാൻ, അവരുടെ ലഗേജസ് ചുമക്കാൻ ഒരു ആളായി ഹോഴ്സും ഡോങ്കീസും ഒക്കെ. കാറ്റിലിനെ വളർത്തിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? പാല് കിട്ടും. കാറ്റിലിനെയും ഗോഡ്സിനെയും ഒക്കെ വളർത്തിക്കഴിഞ്ഞാൽ പാല് കിട്ടും. ഇങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ വന്നു. ബാക്കിയുള്ള ആനിമൽസിൽ നിന്ന് ഇതുപോലെ മീറ്റും കിട്ടാൻ തുടങ്ങി. മീറ്റും പാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി. അവരുടെ ചെറിയ ജോലികൾ ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ ലഗേജസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഹോഴ്സിനെയും ഡോങ്കീസിനെയും ഒക്കെ ഉപയോഗിച്ചു. അങ്ങനെ ഇതിൽ നിന്നൊക്കെ അവർക്ക് നല്ലൊരു ഹെൽപ്ഫുൾ ആണ് ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസ് എന്നവർക്ക് മനസ്സിലായി. ഓക്കെ, അതിനുശേഷമാണ് അവർ എന്ത് ചെയ്തത്? ആദ്യം അവര് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്തു. രണ്ടാമത് അവര് ആനിമൽസിനെ വളർത്താൻ, ഡൊമസ്റ്റിക്കേറ്റഡ് ആനിമൽസിനെ വളർത്താൻ തുടങ്ങി.
അടുത്തത് അവര് ഹ്യൂമൻസ് ഇൻവെന്റ് ദ വീൽ, ചക്രം കണ്ടുപിടിച്ചു. എങ്ങനെ അവർ ചക്രം കണ്ടുപിടിച്ചേ? ആ ഐഡിയ എങ്ങനെയായിരിക്കും അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവുക? ജസ്റ്റിസ് ക്യാമറ ഓൺ ചെയ്തേ. അഫ്രാസ്, ജസ്റ്റിസ്, ഹലീമ, വിഷ്ണു. Then the invention of the wheel was an important step towards progress. We don't know how that idea of wheel occurred to early humans. Possibly a log or a stone rolling downwards sparked this idea. അവരെന്ത് ചെയ്തു? അവർക്ക് എങ്ങനെയാ ഈ ഐഡിയ കിട്ടിയെന്നറിയോ? അവർ ലോഗ്, മരക്കഷ്ണങ്ങള്, അതുപോലെ കല്ലുകളൊക്കെ ഉരുട്ടാൻ തുടങ്ങി. ഉരുട്ടി വിടുമ്പോ എന്ത് ചെയ്യും? മുകളിൽ നിന്ന് താഴോട്ട് പോകും അല്ലെ? മുകളിൽ നിന്ന് കല്ലോ മരക്കഷ്ണമൊക്കെ ഉരുട്ടി എന്ത് ചെയ്യും? ഉരുണ്ടുരുണ്ട് താഴെ പോകൂലേ? ഇല്ലേ? അങ്ങനെയാണ് അവർക്ക് ചക്രം എന്നുള്ള ഒരു ആശയം അവരുടെ മുന്നിൽ വന്നത്. മനസ്സിലായോ? എങ്ങനെ ചക്രം എന്നുള്ള ആശയം വന്നത്? നമുക്കറിയില്ല അവർക്ക് എങ്ങനെ, പക്ഷെ എങ്ങനെ ആയിരിക്കാം? പോസിബിളി എ ലോഗ് ഓർ സ്റ്റോൺ റോളിംഗ് ഡൗൺവേർഡ്സ് സ്പാർക്ക്ഡ് ദിസ് ഐഡിയ. അങ്ങനെ അവര് ലോഗ്, മരക്കഷ്ണങ്ങൾ അല്ലെങ്കിൽ കല്ലൊക്കെ താഴോട്ട് ഉരുട്ടി വിട്ടപ്പോ ഉരുണ്ടുരുണ്ട് പോകുന്നുണ്ട്. അങ്ങനെയാണ് അവരുടെ മനസ്സിൽ ആ ഒരു ആശയം വന്നത്. എന്ത്? ചക്രം കണ്ടുപിടിച്ചാൽ നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ മാറ്റാം, ലൈഫിൽ കുറച്ചും കൂടെ മാറ്റം സംഭവിക്കും എന്നുള്ള കാര്യം അല്ലെ? The wheel changed people's lives in many ways. They could now go from one place to another much faster than before. They could also move heavy objects more easily. The wheel also improved pottery making. The potter's wheel came to be used during this period. അങ്ങനെ അവർക്ക് മനസ്സിലായി. എന്താ അവർക്ക് മനസ്സിലായത്? ചക്രം കണ്ടുപിടിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് മാറ്റം, നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റം ഉണ്ടാവാം. മാത്രമല്ല എന്ത് ചെയ്യാൻ പറ്റും? We can use this wheel for traveling from one place to another. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനും നമുക്ക് ഈ വീല് ഉപയോഗിക്കാം അല്ലെ? മാത്രല്ല they could also move heavy objects more easily. കനമുള്ള അല്ലെങ്കിൽ നല്ല വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈ ചക്രത്തിന്റെ സഹായത്തോടുകൂടി കൊണ്ടുപോകാം അല്ലെ? അപ്പൊ മുന്നിലുള്ള ആ ജീവിതത്തെക്കാട്ടിലും നല്ല ഈസി ആയിരിക്കും ഇനിയുള്ള ജീവിതം എന്ന് അവർക്ക് തോന്നി. അങ്ങനെ അവര് ഈ എന്ത് ഉപയോഗിക്കാൻ തുടങ്ങി? വീല് ഉപയോഗിക്കാൻ തുടങ്ങി. ആ വീല് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോ എന്തിലും കൂടെ മാറ്റം വന്നു എന്നറിയോ? പോട്ടറി മേക്കിംഗ്, മൺപാത്ര നിർമ്മാണത്തിലും മാറ്റം വന്നു. വീലിന്റെ കണ്ടുപിടുത്തം മൺപാത്ര നിർമ്മാണത്തിലും മാറ്റം സംഭവിച്ചു. ജസ്റ്റിസ് ക്യാമറ ഓഫ് ആക്കാനുള്ള തയ്യാറെടുപ്പാണോ? വേണ്ട, ക്യാമറ ഓഫ് ചെയ്യരുത്. യെസ്, അങ്ങനെ ഈ വീല് കണ്ടുപിടിച്ചതോടുകൂടി അവരുടെ പോട്ടറി മേക്കിംഗ്, വെയിറ്റ് ചെയ്യേ ഒരു മിനിറ്റ് മോനെ ജസ്റ്റിസേ. അങ്ങനെ നമ്മുടെ ഈ പോട്ടറി മേക്കിങ്ങിലും വീല് സഹായിച്ചു. കാരണം വീലിന്റെ സഹായത്തോടു കൂടി അവര് മൺപാത്ര നിർമ്മാണം തുടങ്ങി. ദ പോട്ടേഴ്സ് വീൽ, മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വീല്, came to be used during this period. ഈ സമയത്താണ് അവര് മൺപാത്ര നിർമ്മാണവും ചക്രത്തിന്റെ സഹായത്താൽ നടത്തിയിരുന്നത്. ഒരു പിക്ചർ കണ്ടോ? Can you see the picture? Early humans made pots on the potter's wheel. പോട്ടറിന്റെ ആ ചക്രം ഉപയോഗിച്ച് അവർ പാത്ര നിർമ്മാണം നടത്തുന്നുണ്ടോ? അപ്പൊ ഒരു മരക്കഷ്ണം അല്ലെങ്കിൽ ഒരു കല്ല് താഴോട്ട് ഉരുട്ടി വിട്ടപ്പോഴാണ് അവർക്ക് ആ ഒരു ഐഡിയ വന്നത്. ഇതിങ്ങനെ ഉരുണ്ടു പോകുന്നുണ്ട്, അപ്പൊ നമുക്ക് വീല് കണ്ടുപിടിച്ചാൽ ട്രാവൽ ഈസി ആക്കാം, നമ്മുടെ ഹെവി ലഗേജസ് ഒക്കെ കൊണ്ടുപോകാൻ എളുപ്പമായി അല്ലെ? അങ്ങനെ അവര് വീല് കണ്ടുപിടിച്ചു. ഓക്കെ, എന്തായിരുന്നു ജസ്റ്റിസ് ചോദിക്കാൻ വരുന്നത്? പരീക്ഷ ഞാനത് മറന്നുപോയി ജസ്റ്റിസ്. ഇവരാരും എന്നോട് പറഞ്ഞില്ല കേട്ടോ. ഇവരൊരാളും എന്നോട് പറഞ്ഞില്ല മോനെ, ഞാനത് മറന്നുപോയി. വൈകി പോയി മിസ്, അതാ ഞാൻ ചോദിക്കാൻ വേണ്ടി. ഞാൻ വിചാരിച്ചു നേരത്തെ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇത് തീർക്കാൻ നോക്കാം. ഞാൻ വിട്ടുപോയത്. അല്ല മിസ്സേ, ഇതെപ്പോഴാ ഈ പാഠം തുടങ്ങിയേ? അത് ഇന്നിപ്പം. അതിന്റെ ബാക്കി ഞാൻ അടുത്ത ഈ ക്ലാസ് തീരുമ്പോ പറയാം ജസ്റ്റിസേ. ഒരു മിനിറ്റ്, ബാക്കിയല്ലേ എടുക്കണ്ടേ? Next page, page number 18. Humans make pottery. മൺപാത്ര നിർമ്മാണം. അവരെന്ത് തുടങ്ങി? മൺപാത്ര നിർമ്മാണം തുടങ്ങി. Vessels were needed to store grains, liquids and cooked food and needed to be capable of withstanding heat as well. Humans learned to make clay pottery, which was shaped by hand and then baked in a fire.
The potter's wheel enabled them to make pots in different shapes and sizes in much lesser time. Later, they started glazing and decorating the pots. അങ്ങനെ അവർ മൺപാത്ര നിർമ്മാണം തുടങ്ങി. അവർക്കറിയാം, അവർ മനസ്സിലാക്കിയത്, അവരെന്ത് മനസ്സിലാക്കി? They have understood എന്ത്? What is the use of pottery? അല്ലെ? What is the use of pots? What is the importance of pottery making? അവർക്ക് അവർ മൺപാത്ര നിർമ്മാണത്തെ കുറിച്ച് ആശയം വന്നു. അപ്പൊ അവരെന്ത് ചെയ്തു? They have learned to make clay pottery, which was shaped by hand. കൈകൊണ്ട് മൺപാത്രം ഉണ്ടാക്കുന്ന ആ ഒരു ഐഡിയ അവരുടെ മനസ്സിൽ വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അവർ കൈകൊണ്ട് മൺപാത്രം ഉണ്ടാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? Then baked in a fire. മൺപാത്രം കൈ കൊണ്ട് ഉണ്ടാക്കിയിട്ട് ചുട്ടെടുത്തു. തീയിൽ വെച്ച് അതൊന്ന് ചൂടാക്കി എടുത്തു. അപ്പൊ എന്ത് ചെയ്തു? തീയിൽ വെച്ച് ചൂടാക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവില്ല അല്ലെ? The potter's wheel enabled them to make pots different shapes. അങ്ങനെ മാത്രല്ല, ഓൾറെഡി അവർ വീല് കണ്ടുപിടിച്ചില്ലേ? അപ്പൊ പോട്ടേഴ്സ് വീൽ ഉപയോഗിച്ച് പല ഷേപ്പിലുള്ള പോട്ട്സ് അവരുണ്ടാക്കാൻ തുടങ്ങി. അതിൽ കുറെ എന്ത് ചെയ്തു? പോളിഷ് ചെയ്യാനും ഗ്ലേസ് ചെയ്യാനും ഒക്കെ തുടങ്ങി. പോളിഷിങ്ങും ഗ്ലേസിങ്ങും ഡെക്കറേറ്റിംഗും ഒക്കെ നടത്തി. അപ്പൊ എന്ത് ചെയ്തു? ഈ വീൽ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോ മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ സ്പീഡില് അവർക്ക് പോട്ടറി നിർമ്മാണം നടത്താൻ പറ്റി. മനസ്സിലായോ ആതിര? മൺപാത്ര നിർമ്മാണം മനസ്സിലായോ? ഇതൊക്കെയാണ് അവരുടെ ലൈഫിൽ വന്ന മാറ്റങ്ങൾ. അപ്പൊ ആദ്യം അവരെന്ത് ചെയ്തു? ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഡൊമസ്റ്റിക്കേറ്റ് ആനിമൽസിനെ ഇണക്കി വളർത്താൻ തുടങ്ങി. പിന്നെ ഇൻവെൻഷൻ ഓഫ് വീൽ. നെക്സ്റ്റ് വൺ പോട്ടറി മേക്കിംഗ്. ഓക്കെ, നെക്സ്റ്റ് ആർക്കിയോളജിക്കൽ എവിഡൻസസ്. ആർക്കിയോളജിക്കൽ എവിഡൻസസ്. ഹരിനന്ദേ മോനെ മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ. ഒന്ന് ഞാൻ പറഞ്ഞു മാത്രം. ഓക്കെ, ഇനി ആർക്കിയോളജിക്കൽ എവിഡൻസസ്. Archaeologists have found many evidences of existence of early farmers. Charred grains and seeds of wheat, barley and many kinds of lentils have been found from Bursahom in Jammu and Kashmir, Mehrga and other sites. ആർക്കിയോളജിക്കൽ എവിഡൻസ് ഇവർക്ക് കുറെ തെളിവുകൾ കിട്ടി. എന്താ കിട്ടിയേ? ചാർഡ് ഗ്രെയിൻസ്. എന്താ ചാർഡ് എന്ന് പറഞ്ഞാല്? ചാർഡ് ഗ്രെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കരിഞ്ഞ അല്ലെ, കത്തിക്കരിഞ്ഞ ധാന്യങ്ങള്. ആൻഡ് സീഡ്സ് ഓഫ് വീറ്റ്, ബാർലി ആൻഡ് മെനി കൈൻഡ്സ് ഓഫ് ലെന്റിൽസ്. ലെന്റിൽസ് മീൻസ് പയർ വർഗ്ഗങ്ങള്. ലെന്റിൽസ് എന്ന് പറഞ്ഞാൽ തുവര, പയർ, അങ്ങനെയില്ലേ? അതിനാണ് ലെന്റിൽസ് എന്ന് പറയാം. അപ്പൊ അവർക്ക് എന്ത് കിട്ടി? എവിഡൻസ് ആയി എന്താ കിട്ടിയത്? ആ സമയത്തുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസ് അവർക്ക് കിട്ടിയത് charred grains, seeds of wheat, barley, etc. Many kinds of lentils. Lentils means തുവര, then പയർ, അങ്ങനെയുള്ള സാധനങ്ങൾ. ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ, ഇങ്ങനെയുള്ള കത്തിക്കരിഞ്ഞ കുറെ ധാന്യങ്ങൾ അവർക്ക് കിട്ടി. എവിടുന്ന്? ഫ്രം ബുർസഹോം ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിലെ ബുർസഹോമിൽ നിന്ന് ഇങ്ങനെ കത്തിക്കരിഞ്ഞ കുറെ ധാന്യങ്ങളുടെ അവശിഷ്ടങ്ങൾ അവർക്ക് കിട്ടി. അതുപോലെ മെഹ്ർഗ, ഇങ്ങനെയുള്ള സൈറ്റ്സിൽ നിന്നൊക്കെയാണ്, ആർക്കിയോളജിക്കൽ സൈറ്റ്സിൽ നിന്നാണ് അവർക്ക് ഈ ഒരു ആർക്കിയോളജിക്കൽ എവിഡൻസ് കിട്ടിയത്. ഓക്കെ, എന്താ ചാർഡ് ഗ്രെയിൻസ് എന്ന് മനസ്സിലായില്ലേ? എന്താ ചാർഡ് ഗ്രെയിൻസ് എന്ന് പറഞ്ഞാല്? എന്താ അങ്ങനെ പറഞ്ഞാല്? കത്തിക്കരിഞ്ഞ ധാന്യങ്ങള്. ഇനി ലെന്റിൽസ് എന്ന് പറഞ്ഞാലോ? പയറ് വർഗ്ഗങ്ങള്, തുവര, പയറ്, അതൊക്കെ ഇല്ലേ? അതിനാണ് ലെന്റിൽസ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ പിറ്റ് ഹൗസസ്. നെക്സ്റ്റ് വൺ പിറ്റ് ഹൗസസ്. Okay, listen. Many pit houses have been found at Bursahom. People used stone tools to dig circular pits into the ground. They then plastered the sides with mud. These pits were usually narrow at the top and wide at the base. The pits that were deep and steps that led down. Ash, charcoal, and pieces of pottery have been found in these pits. Some of the pits had ovens made of stone or clay. These ovens may have been used to cook food. Perhaps people lived in these pit houses when the weather was cold. The pit houses nu പറഞ്ഞാലേ, pit houses nu പറഞ്ഞാൽ എന്താ? കുഴി വീടുകൾ. Pit means കുഴി അല്ലെ? കുഴി വീടുകൾ അവര് നിർമ്മിക്കാൻ തുടങ്ങി. Many pit houses have been found at Bursahom. ജമ്മു ആൻഡ് കാശ്മീരിലെ ബുർസഹോമിൽ വെച്ച് ഇവരൊരു ഈ ആർക്കിയോളജിസ്റ്റിന് പിറ്റ് ഹൗസസ് കാണാൻ സാധിച്ചു. എന്താ പിറ്റ് ഹൗസസ് നോക്ക്? People used stone to
സ്റ്റോൺ ടൂൾസ് ടു ഡിഗ് സർക്കുലർ പിറ്റ്സ് ഇൻ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടില് എന്ത് ചെയ്യും? അവര് സർക്കുലർ ആയി വട്ടത്തില് കുഴി കുഴിക്കും. എന്നിട്ടോ then they plastered their sides with mud. എന്നിട്ട് അതിന്റെ സൈഡൊക്കെ ചെളി ഉപയോഗിച്ച് ചെളി തേച്ച് പിടിപ്പിക്കും. മനസ്സിലായോ? എന്താണ് പിറ്റ് ഹൗസ് എന്ന് മനസ്സിലാക്കുക. ആദ്യം അവര് ഒരു കുഴി കുഴിക്കും, സർക്കുലർ ഒരു കുഴി കുഴിച്ചിട്ട് അതിന്റെ ഭിത്തി, അതിന്റെ സൈഡ് വശമൊക്കെ എന്ത് ചെയ്യും? ഉള്ളോട്ടുള്ള സൈഡ് വശമൊക്കെ തുളയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അവര് ചെളി വെച്ച് മൂടും. നമ്മൾ ഇന്നത്തെ എന്താ പറയാ തേപ്പ് നടത്തുന്നത് പോലെ ചെളി വെച്ച് അവർ തേക്കും. Then ഇനി പിറ്റിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ? The pits were usually narrow at the top and wide at the base. അതിന്റെ ടോപ്പില് ചെറിയ കുഴിയേ ഉണ്ടാവുള്ളൂ, നാരോ ഇടുങ്ങിയതായിരിക്കും. പക്ഷെ അടിയിലോട്ട് എത്തുമ്പോൾ എന്താണ്? എന്താ അടിയിലെത്തുമ്പോ വൈഡാണ്. മുകളില് ഗ്രൗണ്ടിൽ നമ്മൾ കാണുമ്പോൾ ചെറിയ കുഴിയായിരിക്കും, പക്ഷെ ഉള്ളിലോട്ട് പോകുമ്പോൾ നല്ല വിസ്തൃതിയുള്ള കുഴിയായിരിക്കും. The pits that were deep had steps that led down. ഈ പിറ്റ് ഹൗസിൽ എന്തുണ്ടാവും? താഴോട്ട് കുഴിയിലോട്ട് ഇറങ്ങണ്ടേ, അതിനുവേണ്ടി പടവുകള് അല്ലെങ്കിൽ പടികളും അവർ നിർമ്മിച്ചു, സ്റ്റെപ്പും നിർമ്മിച്ചു. ഇനി ആഷ് മീൻസ് ചാരം. ചർക്കോൾ, എന്താ ചർക്കോൾ എന്ന് പറഞ്ഞാല്? ചർക്കോൾ എന്ന് പറഞ്ഞാൽ എന്താ? കരിക്കട്ട. ചർക്കോള് ആൻഡ് പീസസ് ഓഫ് പോട്ടറി ഹാവ് ബീൻ ഫൗണ്ട് ഇൻ ദീസ് പിറ്റ്സ്. ഈ പിറ്റ് ഹൗസസിൽ നിന്ന് ചർക്കോള്, കരിയും ആഷ് മീൻസ് ചാരം, വെണ്ണീരില്ലേ, ചാരം, ആഷ്, പിന്നെ ചർക്കോള് കരി, അതുപോലെ മൺപാത്രത്തിന്റെ അവശിഷ്ടങ്ങൾ, ഇതൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. മാത്രല്ല അടുപ്പ്, ഓവൻസ് മെയ്ഡ് ഓഫ് സ്റ്റോൺ ഓർ ക്ലേ, കളിമണ്ണ് കൊണ്ടോ അല്ലെങ്കിൽ കല്ലുകൊണ്ടോ ഉണ്ടാക്കിയ അടുപ്പും ഈ പിറ്റ് ഹൗസിൽ നിന്ന് ആർക്കിയോളജിസ്റ്റ് കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താ പിറ്റ് ഹൗസ് മനസ്സിലായോ? എന്താ പിറ്റ് ഹൗസ് എന്ന് പറഞ്ഞാല്? ഗ്രൗണ്ടില് കുഴി കുഴിക്കുക, അതിന്റെ ആദ്യം ടോപ്പിൽ എന്താ? നാരോ പിറ്റ് ആയിരിക്കും, പക്ഷെ ഉള്ളിലേക്ക് പോകുമ്പോ വൈഡ് ആണ്. അപ്പൊ അതിന്റെ ഭിത്തിയൊക്കെ അവര് മഡ് ഉപയോഗിച്ച് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്ലാസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലാണ് അവർ തണുപ്പുള്ള സമയത്തൊക്കെ അവർ അതിലാണ് താമസിച്ചിരുന്നത്. കാരണം നല്ല ചൂടായിരിക്കും, തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ. അപ്പൊ എന്താ പിറ്റ് ഹൗസ് എന്ന് മനസ്സിലായോ? പിറ്റ് ഹൗസ് മനസ്സിലായവരൊന്ന് കൈ കാണിച്ച മിസ്സിനെ. ഓക്കെ, നെക്സ്റ്റ് വൺ പോട്ടറി. ഹെവനെ കണ്ടു മോനെ, കണ്ടു. Okay, next one, pottery. Handmade as well as wheel-made pots have been discovered from many sites. There were of different shapes and sizes. Some of them were decorated. The pots may have been used as cooking vessels and to store grains. പിന്നെ അവർ ഒരുപാട് പോട്ടറി കണ്ടുപിടിച്ചു, മൺപാത്രങ്ങൾ അല്ലെ, പല തരത്തില് പല ഷേപ്പിലുള്ള മൺപാത്രങ്ങൾ, പല ഷേപ്പിലുള്ളതും അതുപോലെ ഡെക്കറേറ്റ് ചെയ്തതുമായ മൺപാത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ എന്തിനു വേണ്ടിയും മൺപാത്രങ്ങൾ ഉപയോഗിച്ചത്? കുക്കിങ്ങിന് വേണ്ടിയും അതുപോലെ ധാന്യങ്ങൾ ശേഖരിച്ചു വെക്കാൻ, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ധാന്യങ്ങൾ ശേഖരിച്ചു വെക്കാനും ഭക്ഷണം പാകം ചെയ്യാനും വേണ്ടി അവരിന്ന് ഈ പോട്ടറീസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ തന്നെ എന്താ, ഒന്നുകിൽ ഹാൻഡ് മെയ്ഡ് പോട്ട്സും അതുപോലെ വീൽ മെയ്ഡ് പോട്ട്സും അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു എന്ന എക്സാമ്പിൾ ആണത്. ഓക്കെ, അപ്പൊ വീൽ മെയ്ഡ് പോട്ട്സും ഉണ്ടായിരുന്നു, ഹാൻഡ് മെയ്ഡ് പോട്ട്സും ഉണ്ടായിരുന്നു. ദീസ് വർ യൂസ്ഡ് ഫോർ കുക്കിംഗ് ആൻഡ് സ്റ്റോറിംഗ് ഗ്രെയിൻസ്. ധാന്യങ്ങൾ ശേഖരിച്ചു വെക്കാനും കുക്കിങ്ങിനും വേണ്ടി അവർ ഉപയോഗിച്ചു. ഓക്കെ, think and answer. Why do you think early humans made sewing needles from animals' bones and not from stone? എന്തുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഹ്യൂമൻസ് സ്യൂയിങ് നീഡിൽസ്, തുന്നുന്ന സൂചികൾ ഉപയോഗിച്ചിരുന്നോ? ഫ്രം ആനിമൽസ് ബോൺസ്, അതായത് മൃഗങ്ങളുടെ എല്ലിൽ നിന്ന്, കല്ലുകൊണ്ടല്ലാതെ എല്ലിലുള്ള സ്യൂയിങ് മെഷീൻസ് ഉപയോഗിച്ചിരുന്നോ? നോക്ക്, ബറിയൽസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എന്താ ബറിയൽസ് എന്ന് പറഞ്ഞാല്? കുഴിച്ചെടുത്തത് അല്ലെ. നോക്ക്, റിമൈൻസ് ഓഫ് ഹ്യൂമൻ ആൻഡ് ആനിമൽ ബറിയൽസ്, അതായത് ആനിമൽസിന്റെ ഹ്യൂമൻസിന്റെ ഒക്കെ അവശിഷ്ടങ്ങള് ഹാവ് ബീൻ ഫൗണ്ട് ഇൻ ബർസഹോം. ബോൺസ് ഓഫ് ഡോഗ്, കാറ്റിൽ, ഗോഡ്സ്, ഷീപ്പ്, ഡിയർ ആൻഡ് മെനി അതർ ആനിമൽസ് ഹാവ് ബീൻ ഫൗണ്ട്. അപ്പൊ ബറിയൽസ് എന്ന് പറഞ്ഞാല് അസ്ഥികൂടം അങ്ങനെയുള്ള സംഭവം ഇല്ലേ, നമ്മുടെ ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ കുഴിച്ചെടുത്തത്.
അപ്പൊ അങ്ങനെയുള്ള മനുഷ്യന്മാരുടെ, അതായത് പണ്ടുള്ള കാലത്തെ മനുഷ്യന്മാരുടെ, അതുപോലെ പിന്നെ ഡോഗ് പട്ടികളുടേത്, പശുക്കളുടേത്, ആടുകളുടെ, അതുപോലെ അങ്ങനെയുള്ളതിന്റെ ഒക്കെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ പെയിന്റിങ്സ്. അയ്യോ സോറി, അവിടെ ഒന്ന് വിട്ടുപോയി, ടൂൾസ് വിട്ടുപോയില്ലേ നമ്മൾ എടുക്കാൻ. ടൂൾസ് എടുക്കണം, ടൂൾസ് വിട്ടുപോയി, മിസ് വിട്ടുപോയതാണ്. ടൂൾസ് മെയ്ഡ് ഓഫ് സ്റ്റോൺ, bones and horns of animals have been found. Stone tools have been found in maximum numbers. They include hand axes, scrapers, borers, clovers, etc. Most of them were polished. The bone tools including harpoons for fishing, needles for sewing and arrowheads, spearheads and daggers for hunting. അപ്പൊ ഇവർ എന്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു? സൂചികള് അല്ലെ, തുന്നാൻ വേണ്ടി സൂചി ഉപയോഗിച്ചിരുന്നു. സ്റ്റോണ്, ബോൺസ്, ഹോൺസ് ഓഫ് ആനിമൽസ്, കല്ലുകൊണ്ടും അതുപോലെ മൃഗങ്ങളുടെ എല്ലുകൊണ്ടും കൊമ്പ് കൊണ്ടൊക്കെ കൊമ്പുകളൊക്കെ അന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. സ്റ്റോൺ ടൂൾസ് ഹാവ് ബീൻ ഫൗണ്ട് ഇൻ മാക്സിമം നമ്പേഴ്സ്. ഒരുപാട് സ്റ്റോൺ ടൂൾസ് കണ്ടെത്തിയിട്ടുണ്ട്. ദേ ഇൻക്ലൂഡ് ഹാൻഡ് ആക്സസ്, സ്ക്രാപ്പേഴ്സ്, ബോറേഴ്സ്, ക്ലവേഴ്സ്, ഇങ്ങനെയുള്ള കുറെ ആയുധങ്ങൾ, ഇതുപോലുള്ള കുറെ ആയുധങ്ങളാണ് അവർ അന്നത്തെ കാലത്ത് കണ്ടെത്തിയിരുന്നത്. ഈ ആയുധങ്ങളൊക്കെ മേഡപ്പ് ഓഫ് സ്റ്റോൺ, ബോൺസ്, ഹോൺസ് ഓഫ് ആനിമൽസ് എക്സെട്ര. മനസ്സിലായോ? അപ്പൊ അന്നത്തെ കാലത്ത് ആയുധങ്ങൾ എന്തുകൊണ്ടായിരുന്നു? ജീവികളുടെ എല്ലുകൊണ്ട്, അതുപോലെ കല്ലുകൊണ്ട്, അതുപോലെ കൊമ്പ് കൊണ്ട്, ഇതൊക്കെയായിരുന്നു അന്നത്തെ ആയുധങ്ങള്. മനസ്സിലായില്ലേ? ബെറിയൽസ് പറഞ്ഞു. നെക്സ്റ്റ് വൺ പെയിന്റിങ്സ്. നെക്സ്റ്റ് വൺ പെയിന്റിങ്സ്. People continued to paint on cave walls, rock shelters and slabs of stone. A stone slab with a hunting scene carved on it has been found at Berzon. It shows two hunters hunting a deer. One hunter has a long spear and other has a bow and arrow. അന്നത്തെ കാലത്ത് പെയിന്റിങ്സ് ഉണ്ടായിരുന്നു എന്നുള്ള തെളിവാണ് ഈ പറയുന്നത്. അന്നത്തെ കാലത്തെ മനുഷ്യന്മാർ എന്ത് ചെയ്തിരുന്നു? പെയിന്റിങ്ങിലും പ്രഗത്ഭന്മാർ ആയിരുന്നു. അപ്പൊ നമ്മളെ പോലെ പെയിന്റിങ്ങിലും വിദഗ്ധന്മാരായിരുന്നു അന്നത്തെ ആൾക്കാർ അല്ലെ. പീപ്പിൾ കണ്ടിന്യൂഡ് ടു പെയിന്റ് ഓൺ കേവ് വാൾസ്, കേവ് ഗുഹയുടെ ഭിത്തികളിലെ, റോക്ക് ഷെൽട്ടേഴ്സ്, സ്ലാബ് സ്റ്റോൺ, ഇതിലൊക്കെ അവര് പെയിന്റിങ് നടത്തിയിരുന്നു. എ സ്റ്റോൺ സ്ലാബ് വിത്ത് എ ഹണ്ടിങ് സീൻ, ഒരു സ്റ്റോൺ സ്ലാബ് കണ്ടെത്തിയിട്ടുണ്ട്. സ്റ്റോൺ സ്ലാബ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ആ സ്റ്റോൺ സ്ലാബിൽ എന്താ ഉണ്ടായിരുന്നത്? ഹണ്ടിങ് സീൻ, ഒരു മൃഗത്തെ വേട്ടയാടുന്ന സീനായിരുന്നു ആ സ്ലാബില് അവര് പെയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ട് ഹണ്ടേഴ്സ് ഒരു ആനിമലിനെ അതായത് ഒരു ഡിയറിനെ, ഒരു മാനിനെ ഹണ്ട് ചെയ്യുന്ന ഒരു സീനായിരുന്നു ആ ഹണ്ടിങ് സ്ലാബിൽ അവര് പെയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരാളുടെ കയ്യില് വൺ ഹണ്ടർ ഹാസ് എ ലോങ് സ്പിയർ, ഒരാളുടെ കയ്യിൽ ഒരു ലോങ് സ്പിയറും മറ്റൊരാളുടെ കയ്യില് ബോയും ആരോയും ഉണ്ടായിരുന്നു. ഈ ഒരു ബോയും ആരോയും മറ്റേ ഹണ്ടർ സ്പിയറും ഉപയോഗിച്ച് ഒരു മാനിനെ ഹണ്ട് ചെയ്യുന്ന ഒരു സ്റ്റോൺ സ്ലാബും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ്? അന്നത്തെ കാലത്ത് പെയിന്റിങ്ങിലും അവര് വിദഗ്ധന്മാർ ആയിരുന്നു. ഓക്കെ, മടുത്തു? ആഹാ, കഷ്ടകാലത്തിന് ഞാൻ ചോദിച്ചു പോയി മടുത്തോന്ന്. ഓക്കെ, അത്ര ഒന്ന് വായിച്ചു നോക്കിയേ മക്കളെ. ജീവ ഒന്ന് വായിച്ചു നോക്കിയേ മോനെ. ജീവയ്ക്ക് അവിടെ റേഞ്ച് ഇല്ലടാ, റേഞ്ച് കുറവുണ്ടോ? അർജുനെ വായിച്ചോ. അതിനിടയിൽ ഞാനൊരു കാര്യം പറയാം. നോട്ട്സ് സെൻഡ് ചെയ്തിട്ടുണ്ട്, കിട്ടാത്തവരുടെ പേര് പറയാം. ജീവയുടേത് കിട്ടി, ആതിര കിട്ടി, വസുദേവ്, മുഹമ്മദ് ഷനീഫ്, ഹരിനന്ദ് ഹരീഷ്, ഹെവൻ, പിന്നെ ജോയൽ റെജിനോൾ, അർജുൻ പി രാജ്, ഹലീമ, ശ്രീവിഷ്ണു, ഇത്രയും ആളുടെ നോട്ട് കിട്ടിയിട്ടില്ല. ഇപ്പൊ ക്ലാസ്സിലുള്ളവരുടെ പേരാണ് പറഞ്ഞത്. ജുവാന സെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, ആതിരയുടേത് കിട്ടി, ജീവയുടേത് കിട്ടി, ജസ്റ്റിസും കുറെ സെൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ നോട്ട് ഇന്ന് തന്നെ, ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ ഉടൻ തന്നെ സെൻഡ് ചെയ്യാം. എന്താ ജസ്റ്റിസേ പറഞ്ഞോ?
എന്താടാ? ഒരു മിനിറ്റ് 5 മിനിറ്റ് എടുക്കാൻ പാടില്ല. അടുത്ത പീരീഡ് വീണ്ടും നമുക്ക് സോഷ്യൽ തന്നെയാണ്. എല്ലാരും ജോയിൻ ചെയ്യണേ. ഓക്കെ, ബൈ ബൈ, സി യു.